ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫിംഗർ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചായക്ക് നമ്മൾ ഇന്ന് എന്താ റെഡിയാക്കാമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ഫിംഗേഴ്സ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി ചേർക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, എങ്കിലായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്ത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് നിങ്ങളുടെ എരിവിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് എത്രയാണോ താല്പര്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ, അതായത് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഫ്ലേവറിനൊക്കെ അനുസരിച്ച് മാറ്റം വരുത്തണേ. ഇനി നമുക്ക് നന്നായിട്ട് ഇത് പൊട്ടറ്റോയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ പൊട്ടറ്റോ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടല്ലേ എടുത്തത്. അപ്പോൾ ഈ പൊടികളൊക്കെ, ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു ഫിംഗർ ലെവലിലൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊക്കെ ഉടച്ചിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദയൊടി ചേർത്ത് കൊടുക്കാം. എന്നാൽ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ, ആ ഒരു ഫിംഗർ സൈസിൽ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇത് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലൊരു ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയ ബോളായിട്ട് ഓരോ റോൾ ചെയ്തിട്ടെടുക്കാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ബോൾ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ സൈസിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്ര വലിപ്പമുള്ള ബോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ നമ്മൾ റോൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം വീണ്ടും അതൊന്നും കൂടി ഒട്ടിച്ചു ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കുക. കാരണം പൊട്ടാറ്റോ അല്ലോ, മൈദ ഇതൊന്നും അല്ലല്ലോ, ചപ്പാത്തി മാവ് അങ്ങനെയൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ 3 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കും കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. ഒരുപാട് നേരിയതാവണ്ട, എന്നാലിട്ട് ഒരുപാട് കട്ടിയും ആവണ്ട, ഈ ഒരു തിക്നെസ് മതി കേട്ടോ. അപ്പോൾ അത് 3 ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഫിംഗേഴ്സ് ഇവിടെ റോൾ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന നിറത്തിലൊന്ന് എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടാണ് കേട്ടോ റോൾ ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മുടെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ബാക്കിയുള്ള മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ എടുത്താൽ മതി കേട്ടോ, എങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് ചൂടോടെ കഴിക്കാം. നമുക്കൊരു കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ അതുപോലെ മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് മയോണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യവും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്